ഹലോ ഗായ്സ്, നമ്മുടെ പാലക്കാടൻ കാഴ്ചകൾ തുടരുകയാണ്. ഇന്നത്തെ ദിവസം തുടങ്ങിയത് നല്ല രുചിയുള്ള രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചുകൊണ്ടാണ്. രാമശ്ശേരി ഇഡ്ഡലിയുടെ വിശേഷങ്ങളും കഥകളും ചരിത്രവും ഒക്കെ സെപ്പറേറ്റ് വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. കുടിലിടം എന്നറിയപ്പെടുന്ന വയലുകളുടെ സമീപത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ അത് പരന്ന് കിടക്കുകയാണ്. താമരപ്പാടം പോലെ തന്നെ നീല മലനിരകളുടെ താഴെ ഇളങ്കാറ്റേറ്റ് അവിടെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. ഇവിടെ മനോഹരമായി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമുക്കറിയാം, എവിടെ പോയാലും വയലുകൾക്ക് ഒരു പ്രത്യേക മനോഹാരിതയാണ്, പാലക്കാടൻ വയലുകൾക്ക് പ്രത്യേകിച്ചും. പക്ഷെ അതിനെല്ലാം ഉപരിയായി ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യും വിധം എല്ലാം സജ്ജമാക്കി അത് അതുപോലെ തന്നെ നിലനിർത്തി സൂക്ഷിക്കുന്നത് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തത് ചിങ്ങഞ്ചിറയിലെ കറുപ്പസ്വാമി ടെമ്പിളാണ്. ജാതി മത ഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാവുന്ന പ്രകൃതി തന്നെ ആരാധനമൂർത്തിയായ ഒരു ടെമ്പിളാണിതെന്ന് പറയാം. പാലക്കാടിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും കൾച്ചർ കൂടിക്കലർന്നിട്ടുള്ള ഒരു ടെമ്പിളാണെന്നും കൂടി പറയാം. അതുപോലെ തന്നെ ഇവിടെ ഉടനീളം വീടിൻ്റെ രൂപത്തിലുള്ള ഒരുപാട് രൂപങ്ങളും തൊട്ടിലുകളുമൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. അത് ഭക്തർ വീട് പണി തടസ്സമില്ലാതെ നടക്കാനും സന്താന ഭാഗ്യത്തിനുമൊക്കെ വേണ്ടി നടത്തുന്ന നേർച്ചകളാണ് അതൊക്കെ. കളിയാട്ടം, കുഞ്ഞിരാമായണം, വരാനിരിക്കുന്ന പെരുങ്കളിയാട്ടം തുടങ്ങി ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുണ്ട് ഇടം. പാലക്കാട് സിനിമ ലൊക്കേഷനായിട്ടില്ലാത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ മാത്രമാണ് നമ്മളൊന്ന് കുഴങ്ങുക, അല്ലേ? അടുത്തത് പല്ലാവൂർ വാമല സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. കുന്നിൻ്റെ മുകളിൽ വളരെയധികം പ്രൗഢിയോടെ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. കുഞ്ഞിരാമായണവും ഹൃദയവും ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമായതുകൊണ്ടാവണം ആ മരത്തിൻ്റെ കീഴിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ടൂറിസ്റ്റുകളായ ഓരോരുത്തരും. അടുത്തതായി നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അമ്പലം, തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമാണ് പല്ലശ്ശന ശ്രീ മീൻകുളത്തി ഭഗവതി ടെമ്പിൾ. അവിടെ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ട് കുറച്ചധികം സമയം അവിടെ ചിലവഴിക്കേണ്ടി വരും. അവിടെ നിന്ന് കുറച്ചധികം സഞ്ചരിച്ച് ഞങ്ങൾ എത്തിയത് ഒറ്റപ്പാലത്തുള്ള ഞാൻ ഈ പേര് പറയണോ? ഈ സ്ഥലത്തിൻ്റെ പേരറിയാത്ത ഏത് മലയാളികളാണുള്ളത്, അല്ലേ? മംഗലശ്ശേരി നീലകണ്ഠൻ്റെ സ്വന്തം വരിക്കാശ്ശേരി മന. ഞാനടക്കമുള്ള അവിടെ വന്ന ഭൂരിഭാഗം പേർക്കും വരിക്കാശ്ശേരി മനയുടെ
ചരിത്രവും മറ്റു കാര്യങ്ങളും അറിയോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരാൻ പാകത്തിൽ അവിടെ ആരെയും കണ്ടില്ല. അതുപോലെ തന്നെ അവിടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെയും മാറാന്തമ്പുരാൻ്റെയും പൂമുഖത്തിരുന്ന് ഫോട്ടോ എടുക്കുന്ന തിക്കും തിരക്കിലുമാണ് എല്ലാവരും. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ചരിത്രം അറിയുക? പിന്നെ ഞാൻ വിക്കിപീഡിയ എടുത്ത് പരിശോധിച്ചു. മലയാള സിനിമയുടെ തറവാട് അതാണ് പാലക്കാട് ഒറ്റപ്പാലത്തിന് സമീപത്തുള്ള വരിക്കാശ്ശേരി മന എന്നാണ് വിക്കി പോലും പറയുന്നത്. ഏകദേശം 80ഓളം മലയാള സിനിമകളും നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് വിക്കി പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരിക്കാശ്ശേരി മനയുടെ ചരിത്രം അറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. 300 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ മനയിൽ താമസിച്ചവർ എന്തായാലും ഭാഗ്യവന്മാർ തന്നെയാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പാലക്കാടൻ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പാലക്കാട് മറ്റ് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.